പോലീസ് ഇപ്പോ നടപടിയൊക്കെ ആ ആ സർ സർ ആയിക്കോട്ടെ. ഓക്കെ ആ ആ ആ ആ ഓക്കെ ഓക്കെ ആ സാർ അല്പം സാവകാശം തരണം, ഞങ്ങൾ എന്തെങ്കിലും ചെയ്യാം. ഞാനൊരു അവസരം കൂടി കൊടുക്കാം. അതിനു മുമ്പ് അടച്ചിട്ടില്ലെങ്കിൽ കൂടുതൽ ഫോഴ്സുമായി വന്ന് എനിക്ക് നടപടികൾ മുന്നോട്ട് കൊണ്ടുപോകേണ്ടി വരും. ആ ഇയാൾ ഇത്രയും കാലം ഗൾഫിലായിട്ട് ഒന്നും സമ്പാദിച്ചില്ലേ? വേടെ 5 കൊല്ലം ഗൾഫിൽ നിന്ന് ഒരു വീടുണ്ടാക്കി ഒരു കുട്ടീൻ്റെ കല്യാണം കഴിച്ച് അപ്പോഴേക്കും ഇതാകത്ത് വന്നില്ലേ? അങ്ങനെ വരുന്നവർക്ക് ഗവൺമെന്റ് എന്തൊക്കെയോ സഹായം കൊടുത്തിരുന്നില്ലേ? എന്തിൻ്റെ കടങ്ങൾക്ക് സഹായം? ഉമ്മൻചാണ്ടി ബടായി പറയാന്നല്ലാതെ നല്ല സഹായം കൊടുത്ത ചരിത്രം ഉണ്ടോ? കള്ളന്മാർക്ക് കൊടുക്കാന്നല്ലാണ്ട് പാവങ്ങൾക്ക് എന്താ നൽകിയത്? ബോർക്കടോ തോതിൽ ഓർക്കടോ. ആഹാ, അന്നത്തെ ഒരാളുണ്ട് ഇവിടെ, എനിക്കൊന്ന് കാണണല്ലോ. പുറത്തേക്ക് ഇറങ്ങി അന്ന ആരാ എന്താ ചെയ്യാൻ പോണെന്ന് എനിക്കൊന്ന് കാണണല്ലോ. ഹാ, ജപ്പതിക്കാരാ. ഏതാടാ കുതിരാള്? ഏതാണ്ടാ ആരാണ്ടാ? ഇറങ്ങിച്ചി, പുറത്തേക്ക് ഇറങ്ങി. പുറത്തേക്ക് ഇറങ്ങടോ, പുറത്തേക്ക് ഇറങ്ങി. ഇങ്ങോട്ട് വാ, ഇങ്ങോട്ട് വാടോ, ഇവിടെ വാ. ഇന്ന് ഈ വർഗീസിനാ, നാളെ ഈ ഗതി ഇങ്ങക്കാ. നല്ലോണം കരുതിക്കോളി. കൗത്തില് കയറ് കുടുങ്ങിട്ടേ പിന്നെ നിലവിളിച്ചിട്ട് കാര്യമില്ല. കയറ് കുടുങ്ങണേന്റെ മുമ്പ് കരുതിക്കോളി, നല്ലോണം കരുതിക്കോളി. ഇക്കണ്ട കാലം ഞമ്മള് കുത്തിയ ഓട്ടോണ്ടാണ് പോലും ഞമ്മളെ കുത്തിയത്. ഇഞ്ഞ അതിന് കണ്ട കരുതി കുത്തിക്കോളി. പ്രിയമുള്ളവരെ, സ്നേഹം നിറഞ്ഞവരെ, ഒരു സ്ഥാനാർത്ഥി എന്ന നിലയ്ക്ക് ഞാൻ നിങ്ങളോടെല്ലാം വോട്ട് അഭ്യർത്ഥിക്കുകയാണ്. വയനാട് പാർലമെൻറ്റ് നിയോജക മണ്ഡലത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന എനിക്ക് എൻ്റെ ചിഹ്നമായ അരുവാൾ നെൽക്കതിർ അടയാളത്തിൽ വോട്ട് രേഖപ്പെടുത്തി എന്നെ വിജയിപ്പിക്കണമെന്ന് ഈ നിയോജക മണ്ഡലത്തിലെ മുഴുവൻ വോട്ടർമാരോടും, കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ എല്ലാ വിഭാഗം വോട്ടർമാരോടും ഞാൻ വിനയപൂർവ്വം അഭ്യർത്ഥിക്കുകയാണ്. വോട്ടില്ലാത്ത 18 വയസ്സിൽ താഴെയുള്ള കുട്ടികളോട് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്, എൻ്റെ വിജയത്തിന് വേണ്ടി നിങ്ങളുടെ പൂർണ്ണ പിന്തുണ ഉണ്ടാകണമെന്ന് അവരോട് പ്രത്യേകമായി ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. ഒരു പാർലമെൻറ്റ് മെമ്പർ എന്ന നിലയ്ക്ക് എന്നെ തിരഞ്ഞെടുത്തു കഴിഞ്ഞാൽ ഞാൻ ജനങ്ങളുടെ കൂടെ ഉണ്ടാകും. ജനകീയ വിഷയങ്ങൾ പാർലമെൻറ്റിൽ ഉയർത്തിക്കൊണ്ടുവരുന്നതിനും അതോടൊപ്പം തന്നെ അത് പരിഹാരം കാണുന്നതിന് വേണ്ടി ജനങ്ങളെ അണിനിരത്തിക്കൊണ്ടുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്നതിനും ഞാൻ സന്നദ്ധമാണ്. എൻ്റെ ചിഹ്നം അരിവാൾ നിൽക്കതിരുമാണ്. വോട്ട് ചെയ്ത് വിജയിപ്പിക്കണമെന്ന് വിനീതമായി ഞാൻ അഭ്യർത്ഥിക്കുന്നു.